ഹലോ കൂട്ടുകാരെ, ക്ലാര കൺട്രോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. തമനേലി പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പുതിയ യൂട്യൂബേഴ്സിനോട്, അതായത് പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന യൂട്യൂബേഴ്സിനോട്, യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരിയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു. ആൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് ഭയങ്കര നഷ്ടമാണ് ഉണ്ടായത്. ഏകദേശം 4 വർഷത്തോളമായി അത്ര ആൾ ചാനൽ തുടങ്ങിയിട്ട്. പക്ഷെ ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് വരെ അവർക്ക് അതിനൊരു ഇതാവുന്നില്ല. അവരൊരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, പക്ഷേ എങ്കിൽ അത് കയറുന്നില്ല. ഒരുപാട് രീതിക്ക് ചെയ്യുന്നു. അത് അവരുടെ ജീവിതത്തിലൊരു നഷ്ടമായി പോയി. അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ എന്താ പറയണേ, അവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് അവർക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് ഉണ്ടായത്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ട് യൂട്യൂബ് തുടങ്ങുന്നതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ജീവൻ നശിപ്പിക്കരുത്. ആ ഒരു രീതിക്ക് അവർക്കുണ്ടായ ഒരു വിഷമത്തെ, അത് യൂട്യൂബ് തുടങ്ങുന്നവർക്ക് എല്ലാവർക്കും അതൊരു മോശം കാര്യം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ പുതുതായിട്ട് ചാനൽ തുടങ്ങുന്നവർക്കും ചാനലുള്ളവർക്കും ഒക്കെ അത് ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് പറയുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതിന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടുണ്ട്. കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കതൊരു പാഷനായിരിക്കും, ചിലർക്കതൊരു ഉപജീവന മാർഗം പോലെ ആയിരിക്കും. അപ്പം ഞാനും അതിൻ്റേതായ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമുക്കിതിൽ നിന്നൊരു ഏണിങ്സ്, അതുപോലെ തന്നെ ഒരു റവന്യൂ വേണം നമ്മുടെ ജീവിതത്തിലോട്ട് ഒരു സൈഡായിട്ട്. പ്രിയ സുഹൃത്തുക്കളെ, പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സുഹൃത്തുക്കളെ, സഹോദരിമാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനൽ തുടങ്ങുന്നത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. അതിന് നമ്മുടെ മറ്റ് ജീവിതത്തെ ബാധിക്കാനോ, നമ്മുടെ പ്രാർത്ഥനാ കാര്യങ്ങളെയോ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെയോ, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ജോലികളെയോ ബാധിക്കാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഏതെങ്കിലും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏതാണ് റീച്ച് കിട്ടുന്നത്, ഏതാണെന്നുള്ളത് പുതിയ വഴി കണ്ടെത്തി നമ്മുടേതായ രീതിയിൽ എഡിറ്റ് ചെയ്ത് അത് നമ്മൾ എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അവർക്ക് എത്രത്തോളം അവരിലോട്ട് എത്താമോ അവർ എത്രത്തോളം കാണുന്നു, ഏതാണ് ഏറ്റവും കൂടുതൽ കണ്ട വീഡിയോസ്, അതുപോലെ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് താല്പര്യം തോന്നുന്ന രീതിയിൽ തമ്പനെയിലൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ്. പക്ഷേ നമ്മുടെ 1-2 വീഡിയോസ്, ചിലപ്പോൾ നമ്മുടെ മൊത്തം വീഡിയോസ് ഒരുപക്ഷെ റീച്ചൊന്നും കിട്ടി കാണത്തില്ലായിരിക്കും പക്ഷേ നമുക്ക് അതൊരു നിരുത്സാഹമാവരുത്. മറ്റുള്ളവരിലോട്ടും അതങ്ങനെ പകർത്തി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് എൻ്റെ ജീവിതം എനിക്ക് നഷ്ടമായി. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നം എനിക്ക് സഫലീകരിക്കാമായിരുന്നു. അത് ഈ ചാനൽ തുടങ്ങിയത് കൊണ്ട് എനിക്ക് എൻ്റെ ഇത്ര വർഷം പോയി, എനിക്കിതുകൊണ്ട് നഷ്ടം മാത്രമാണ്. ഒരിക്കലും അങ്ങനെ പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല. കാരണം നമ്മൾ ഏത് മേഖലയാണോ, യൂട്യൂബ് ആകട്ടെ അല്ലെങ്കിൽ മറ്റേത് ജോലി മേഖല ആയിക്കോട്ടെ, അതിനകത്ത് നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ നിൽക്കുമ്പം തീർച്ചയായിട്ടും അതിലും ഒരുപാട് വെല്ലുവിളികളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളിപ്പം ഇട്ടിച്ച് പോകാൻ പറ്റുമോ? ഇപ്പം ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ്, എനിക്കെന്തോ അതിന് സക്സസ് ആകാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്കതിൽ നിന്ന് വരുമാനം വേണം. അപ്പം നമുക്ക് നമ്മുടേതായ രീതിയിൽ അതെങ്ങനെ അതിൽ മുന്നോട്ട് പോകാം നല്ല രീതിക്ക് അന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ഉടനെ അത് ഇട്ടുപേക്ഷിച്ച് പോകാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അതുപോലെ മറ്റ് ജോലികളും എല്ലാം ഒതുക്കി അതിന് കൂടെ തന്നെയാണ് നമ്മുടെ ഈ യൂട്യൂബ് അല്ലെങ്കിൽ മറ്റ് ജോലി കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, പ്രാർത്ഥനകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് ചുമ്മാ ഇരുന്ന് ഒരിക്കലും പൈസ നമ്മുടെ വീട്ടിലോട്ട് വരില്ല. നമ്മൾ വർക്ക് ചെയ്താൽ, നമ്മൾ ആത്മാർത്ഥമായി വർക്ക് ചെയ്താൽ പരാജയങ്ങൾ ഉണ്ടായിരിക്കാം ഒരുപാട്, പക്ഷേ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. മറ്റൊരാൾക്കൊരു മെസ്സേജ് കൈമാറുമ്പോൾ ആ ആൾക്ക് അതും നമ്മൾ വെറുത്ത് പോകുന്ന രീതിയിൽ ഒരിക്കലും ഒരു കാരണവശാലും നമ്മളൊരു മെസ്സേജായിട്ട് കൈമാറരുതെന്ന് എനിക്ക് ഏത് പുതിയ യൂട്യൂബേഴ്സിനോടും അതുപോലെ തന്നെ യൂട്യൂബിൽ വരുന്ന എല്ലാവരോടും പറയാനുള്ളത്, മറ്റുള്ളവർക്കൊരു മെസ്സേജ് കൊടുക്കാതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ, പുതുതായിട്ട് യൂട്യൂബ് തുടങ്ങി അതിൽ നിന്ന് ഒരുപാട് വരുമാനം കാണണം, അത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് അതൊരു മുതൽക്കൂട്ടാക്കണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് വ്യക്തികൾ, ഏകദേശം 100-200 അങ്ങനെ സബ്സ്ക്രൈബേഴ്സുള്ള പുതിയ ആൾക്കാർ ഇപ്പം ഈയിടെ തന്നെ തുടങ്ങിയ ചാനലേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരെങ്ങനെയുള്ളവരൊക്കെ ഈ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇതുകൊണ്ടൊരു രക്ഷയില്ല, അങ്ങനെയല്ല. നമുക്ക്
എന്തോ പറ്റിയില്ല, നമുക്കത് പറ്റുന്നില്ല, നമ്മളതിൻ്റെ വേറെ രീതിക്ക് നമ്മൾ അതിൽ നിന്നും എങ്ങനെ വരുമാനം ഉണ്ടാക്കാമെന്ന് തിരഞ്ഞെടുത്ത് നമ്മൾ തന്നെ അത് ക്രിയേറ്റീവ് ചെയ്ത് മറ്റുള്ളവരിലോട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എൻ്റെ ജീവിതം ഇങ്ങനെ പോയി, യൂട്യൂബ് ചാനലോ കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതം നഷ്ടമായി, അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ എന്നോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്താതെ ആരോട് എന്ത് കാര്യങ്ങളും പറയുമ്പോൾ അതിലെ പോസിറ്റീവ് മാത്രം പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങളുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ അല്ലെങ്കിൽ 1 കോടി വീഡിയോ സെറ്റായില്ലെന്ന് വിചാരിക്കുക, നിങ്ങൾ പരിശ്രമിക്കുക, വീണ്ടും വീണ്ടും നിങ്ങൾ പരിശ്രമിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾ ലക്ഷ്യത്തിലെത്തും. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.